ലൈവിൽ പൊരിഞ്ഞ വാക്കുതർക്കം നടക്കുന്നത് ജിൻഡോയും മറ്റു കുടുംബാംഗങ്ങളുമായിട്ടാണ്. അങ്ങനെ ജിൻഡോ കക്കൂസ് എല്ലാം ക്ലീൻ ചെയ്യുന്ന ചൂലെല്ലാം എടുത്ത് ജാൻമണിയുടെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട്, ഈ ചൂലിന്റെ അറ്റം ഞാൻ വെട്ടട്ടെ, ഇത് കുറച്ച് ഏറ്റക്കുറച്ചിലെല്ലാം ഉണ്ട്, അതുകൊണ്ട് വൃത്തിയാക്കാനെല്ലാം നല്ല പണിയാണെന്ന് പറയുമ്പോൾ ജാൻമണി പറയുന്നുണ്ട്, അതൊന്നും വേണ്ട ജിൻഡോ ചേട്ടാ, അങ്ങനെ ചെയ്താൽ അത് പിന്നീട് പണിയാകും, അങ്ങനെ പണിയൊന്നും ആവില്ല ജാനു, ഇത് ഞാൻ നല്ല രീതിയിലാക്കി കാണിച്ചു തരാമെന്നെല്ലാം പറയുമ്പോൾ ജാൻമണി പറയുന്നുണ്ട്, എന്നാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. അങ്ങനെ ജിൻഡോ കക്കൂസെല്ലാം കഴുകുന്ന ചൂലെല്ലാം എടുത്ത് കിച്ചണിൽ പോവുകയും വെജിറ്റബിൾസും മറ്റുമെല്ലാം അരിയുന്ന കത്തി ഉപയോഗിച്ച് ആ ചൂലിന്റെ അറ്റമെല്ലാം മുറിക്കാൻ പോകുന്നു. അത് കണ്ട ഗബ്രിയുടെ പൊട്ടിത്തെറിക്കുന്നുണ്ട്, താൻ എന്ത് തേങ്ങയാണ് ഈ കാണിക്കുന്നത്, ബാത്റൂം എല്ലാം കഴുകുന്ന ചൂലാണ് കിച്ചണിൽ കൊണ്ടുവരുന്നത്, പോരാത്തതിന് കിച്ചണിലെല്ലാം യൂസ് ചെയ്യുന്ന കത്തി ഉപയോഗിച്ചുകൊണ്ട് ചൂല് മുറിക്കാൻ പോകുന്നു, തനിക്ക് ഇത്രയ്ക്ക് വൃത്തിയില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഗബ്രി എല്ലാം അവിടെ പൊട്ടിത്തെറിക്കുമ്പോൾ ജിൻഡോ പറയുന്നുണ്ട്, അത് മുറിച്ച ശേഷം ഞാൻ കഴുകി തരാം, ഈ ചൂലിന്റെ അറ്റം ഒരേപോലെ മുറിച്ചു കഴിഞ്ഞാൽ അടിച്ചു വരാനും കക്കൂസ് കഴുകാനും സുഖമാണ്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, അത് വേണ്ട ചേട്ടാ, ആ ചൂല് കൊണ്ട് കിച്ചണിൽ നിൽക്കല്ലേ, അതുമല്ല ചൂല് മുറിക്കേണ്ടത് എല്ലാവർക്കും ഉപയോഗിക്കാനുള്ളതാണ്, അത് മുറിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഹൈറ്റ് എല്ലാം കുറയും, അതുകൊണ്ട് വേണ്ടെന്നെല്ലാം പറയുമ്പോൾ ജിൻഡോ അവിടെ ആ ചൂല് കത്തി ഉപയോഗിച്ചുകൊണ്ട് മുറിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ, നല്ല വൃത്തിയെല്ലാം പറയുന്ന ആളാണല്ലോ, ഇതാണോ നിങ്ങളുടെ വൃത്തി? അപ്പോൾ ജിൻഡോ, അതിന് ഞാൻ കത്തി കഴുകുമല്ലോ, പിന്നെ എന്താ പ്രശ്നം, നിങ്ങൾക്ക് നാണമുണ്ടോ, ഇത് കക്കൂസെല്ലാം അടിച്ചു കഴുകുന്ന ചൂലാണ്, നിങ്ങൾക്ക് എങ്ങനെ ഈ ചൂലുമായിട്ട് കിച്ചണിൽ വരാൻ തോന്നിയത് ഇങ്ങനെ ചോദിക്കുമ്പോൾ ജിൻഡോ ആ ചൂലെല്ലാം കിച്ചണിൽ വെച്ചിട്ട് പോകുന്നു. അങ്ങനെ ഗബ്രി പറയുന്നുണ്ട്, ഇങ്ങനെ എന്താ കാണിക്കുന്നത്, കക്കൂസെല്ലാം കഴുകുന്ന ചൂലാണോ കബോർഡിൽ വെക്കുന്നത്, ഇയാളൊക്കെ എവിടെ നിന്ന് വരുന്നു, അടുത്ത നോമിനേഷൻ വരട്ടെ ശരിയാക്കി തരാമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഗബ്രി എല്ലാം അവിടെ പൊട്ടിത്തെറിക്കുന്നതാണ് ലൈവിൽ കാണിക്കുന്നത്. ഹോട്ട്സ്റ്റാർ ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.